ഈ രാത്രി ഞങ്ങളിത് എവിടെ പോവാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കണേ. നമ്മുടെ പൂജപ്പുരയിലെ നവരാത്രിയുടെ പ്രോഗ്രാംസ് തുടങ്ങിയിട്ടുണ്ട് എന്നല്ല, ഓൾമോസ്റ്റ് കഴിയാറായി. അപ്പം അങ്ങോട്ടേക്കാണ് നമ്മൾ പോണത്. നിറയെ ലൈറ്റ്സും പ്രോഗ്രാംസും ഒക്കെ ഉണ്ടാവും. ചെറിയ ബ്ലോക്ക് ഉണ്ട്, ചെറുതല്ല, അത്യാവശ്യം വലുതാണ്. എൻ്റെ ട്രിവാൻഡ്രത്തെ ഏറ്റവും കാണാൻ എനിക്കിഷ്ടമുള്ള സമയം ഒന്ന് ഓണക്കാലം, ഒന്ന് ക്രിസ്മസ് കാലം ആണ്. അതുപോലെ തന്നെയാണ് ഇതാ പൂജപ്പുര നവരാത്രിക്ക് ഇതേപോലെ ലൈറ്റും എല്ലാം ഉണ്ട്. നമ്മളൊരു വൈബാണ്, പ്രത്യേക ഒരു വൈബാണ് ഇവിടെ. അപ്പം ഞങ്ങൾ കാണാൻ പോണ കാഴ്ചകൾ നിങ്ങളെയും കാണിച്ചു തരാം. സൂപ്പറായിട്ടുണ്ട് കേട്ടോ, നിറയെ ലൈറ്റുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമ്മളെത്തി. നല്ല തിരക്കാണ് ഗൈസ്. വീഡിയോ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നല്ല തിരക്കുണ്ട്. ഇവിടെ നിറയെ കുറേ സ്റ്റോളുണ്ടാവും. അതായത് ഹലുവ, അങ്ങനെ പല തരത്തിലുള്ള സാധനങ്ങൾ കിട്ടും. കമ്മൽ, മാല, അങ്ങനെ പല വെറൈറ്റീസ് കാണാം. നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ടേക്കാണ് പോണത്. കുറേ സ്റ്റോളുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം, ഇത്തവണ എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. ഇവിടെയും നല്ല തിരക്കാണ്. എല്ലാം ഉണ്ട്, ഫാൻസി ഐറ്റംസ്. കുറേ പാത്രങ്ങളും സ്പൂണും എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് ഫുഡിലാണ്, അപ്പം അങ്ങോട്ടേക്കാണ് എൻ്റെ കണ്ണാദ്യം പോണത്. പല വെറൈറ്റി ചക്കയുടെ ഒക്കെ പപ്പടം, ഹലുവ, കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ എൻ്റെ ഇത്. പിന്നെ നമ്മുടെ മിഠായി, കടല മിഠായി. നമ്മൾ 90s കിഡ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ മിഠായിസ് ഉണ്ട്. പുളിമിഠായി, തേൻ മിഠായി, അങ്ങനെ കുറേ മിഠായി. ഇതൊക്കെ നമ്മുടെ 2Kക്ക് എത്ര പരിചയമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എത്രത്തോളം പരിചയമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് നാരങ്ങ മിഠായി. ഇത് കുറേ മിഠായികളുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. കൊള്ളാല്ലേ? ഈ രണ്ടെണ്ണം മേടിച്ച് കുറേ ഉണ്ട്. പേടയൊക്കെ ഉണ്ട്, അത് പക്ഷേ ഇപ്പോഴും എല്ലാവരും മേടിക്കണ സാധനമാണല്ലോ. കടല, വീണ്ടും ഹലുവ. കുറേ ചെരുപ്പുകൾ. അങ്ങനെ നമ്മൾ സ്റ്റോളിൽ നിന്ന് പുറത്തിറങ്ങി. പുറത്തും കുറേ ഫുഡ് ഉണ്ട് കേട്ടോ, അതായത് ബജ്ജി, ഐസ്ക്രീമൊക്കെ ഉണ്ട്.
ഇനി നമുക്കിതേ ഇതിനപ്പുറത്തെ സൈഡിലോട്ട് പോവാം. ആ ലൈറ്റ്സിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. കിടു വ്യൂ ആണ്. ഈ ലൈറ്റ്സാണ് ശരിക്കും ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. സൂപ്പറായിട്ടുണ്ട്. ഇപ്പം ഈ സമയത്ത് ചെറിയ കൊച്ചു കുട്ടികൾ വരെ വന്നിട്ടുണ്ട് കേട്ടോ. 있잖아.